തികച്ചും അവിചാരിതമായി ഇന്ന് കാലത്ത് താഷ്കെൻഡിൽ എത്തിപ്പെട്ട ഞങ്ങൾ ഇവിടവുമായി പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ. യൂറി ഗഗാറിന്റെ പ്രതിമയും കണ്ട് വഴിയോര കച്ചവടക്കാരിയായ വല്യമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവാങ്ങി ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാജിക് സിറ്റിയുടെ കവാടത്തിന് മുന്നിലാണ്. ഉസ്ബെക്കിലെ പാവപ്പെട്ടവന്റെ ഡിസ്നിലാൻഡ് എന്നറിയപ്പെടുന്ന 21 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ മാജിക് സിറ്റി. ഞങ്ങൾ മാജിക് സിറ്റിയുടെ കവാടത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ചിത്രങ്ങളും പകർത്തി മെല്ലെ അകത്തേക്ക് കടന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ മാജിക് സിറ്റിയുടെ കവാടത്തിന്റെ ഈ തൂണുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ദൃശ്യങ്ങൾ എൻ്റെ ക്യാമറയിൽ പകർത്തുമ്പോൾ അതാ മറ്റൊരു ക്യാമറ ഞങ്ങളെ വീക്ഷിക്കുന്നു. ഇത്ര മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിർമ്മിതിയിൽ ഈ ഒരു ക്യാമറയുടെ സാന്നിധ്യം ഒരു അഭംഗിയായി എനിക്ക് തോന്നി. കുറച്ചുകൂടി കലാപരമായി അതിനെ സജ്ജീകരിക്കാമായിരുന്നു. ഞങ്ങൾ മാജിക് സിറ്റിയുടെ വിസ്മയ ലോകത്തേക്ക് കടന്നു. യൂറോപ്യൻ തെരുവോരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങൾ ഇരുവശങ്ങളിലും. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വർണ്ണവിളക്കുകൾ സന്ധ്യ മയങ്ങിയാൽ കത്തിക്കും. ഒരു നിമിഷം നമ്മൾ യൂറോപ്പിലെ ഒരു തെരുവിലെത്തിയ പ്രതീതി. ഈ മനോഹരമായ തെരുവിലൂടെ കുടുംബസമേതം നടക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ ആഗ്രഹം തോന്നിയ ഞാൻ അവിടെ പരിചയപ്പെട്ട ഒരു ചൈനക്കാരൻ സഞ്ചാരിയോട് ആവശ്യപ്പെട്ടു. ഒട്ടും മടി കൂടാതെ അവൻ ഞങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ചു തന്നു. എടുത്ത വീഡിയോ കണ്ടപ്പോൾ എന്നെപ്പോലെ തന്നെ അവനും ഒരു ലാലേട്ടൻ ഫാനാണെന്ന് എനിക്ക് തോന്നി. കാരണം വീഡിയോയ്ക്ക് ആകെ മൊത്തം ഒരു ചെരിവ്. പൊതുവെ സഞ്ചാരം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ചൈനക്കാർ. ഞങ്ങൾ ഇത്രയും നാൾ സന്ദർശിച്ച നാടുകളിലൊക്കെ വേറെ ഏത് രാജ്യക്കാരില്ലെങ്കിലും ചൈനക്കാർ ഉണ്ടായിരുന്നു. അതിമനോഹരമായ കാഴ്ചയാണ് ചുറ്റും. എത്ര ചിത്രീകരിച്ചാലും മതിവരാത്തത്ര മനോഹരമായാണ് ഇതിനുള്ളിലെ ഓരോ കാര്യങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജാക്കറ്റുകൾ ധരിച്ചിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നേരം ഇരുണ്ടു തുടങ്ങിയപ്പോഴേക്കും വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്നു. രാത്രിയിലാണ് മാജിക് സിറ്റി കൂടുതൽ സുന്ദരിയാവുന്നത്. ഡിസ്നിയുടെ തീം പാർക്കുകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പ്രസിദ്ധമായ സിൻഡ്രല്ല കാസിലിന്റെ തനി പകർപ്പായ ഒരു നിർമ്മിതിയാണ് അക്കരെ കാണുന്നത്. ഇവർ ഇതിന് മാജിക് കാസിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കൗതുകകരമായ ഒരു കാര്യം, ഈ മാജിക് സിറ്റിക്കുള്ളിലെ എല്ലാ നിർമ്മിതികൾക്കും മാജിക് ചേർത്താണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മാജിക് കാസിൽ, മാജിക് അക്വേറിയം, മാജിക് ഫൗണ്ടൻ, മാജിക് ബൗളിംഗ്, മാജിക് സിനിമ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ നിര. മാജിക് അക്വേറിയം മധ്യേഷ്യയിലെ തന്നെ ആദ്യത്തെ അക്വേറിയമാണ്. തടാകതീരത്തെ ഒരു പെട്ടിക്കടയിൽ നിന്നും കുറച്ച് പോപ്കോണും വാങ്ങി കുറച്ചുകൊണ്ട് ഞങ്ങൾ ചുറ്റുപാടും വീക്ഷിച്ച് നടത്തം തുടർന്നു. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ മാജിക് സിറ്റിയുടെ പ്രവർത്തന സമയം. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. എന്നാൽ ഓരോ ആകർഷണത്തിനും പ്രത്യേകം ഫീസ് അടയ്ക്കണം. ഉദാഹരണത്തിന് അക്വേറിയം സന്ദർശനത്തിന് മുതിർന്നവർക്കായി 1,00,000 ഉസ്ബെക് സോമാണ് ടിക്കറ്റ് നിരക്ക്, ഏകദേശം 30 ദിർഹം. ഉസ്ബെക്കിന്റെ കറൻസിയാണ് സോം. മനോഹരമായി അലങ്കരിച്ച ഒരു കുഞ്ഞ് ട്രെയിൻ ഞങ്ങൾക്ക് അഭിമുഖമായി കടന്നുപോയി. ഡിസംബർ മാസമാകിയാൽ ക്രിസ്മസ് തീമിലാണ് എല്ലാ അലങ്കാരങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ നടന്ന് മാജിക് കാസിലിന് മുന്നിലെത്തി. ഡിസ്നി വേൾഡിലെ കാസിലുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് സാമാന്യം നന്നായി തന്നെ ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. കാസിലിൻ്റെ മറുവശത്ത് മനോഹരമായ മറ്റൊരു തടാകമാണ്. ഇല കൊഴിഞ്ഞ മരങ്ങളും സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാര വിളക്കുകളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു തടാകം. ഈ സ്വർണ്ണ വിളക്കുകളുടെയും മരച്ചില്ലകളുടെയും പ്രതിബിംബം തടാകത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ കാഴ്ചയുടെ മനോഹാരിത ഇരട്ടിയാകുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. തടാകത്തിലെ വെള്ളം കട്ട പിടിച്ച് ഐസായി തുടങ്ങിയിരിക്കുന്നു. തടാകത്തിൻ്റെ ഓരത്തുകൂടി മനോഹരമായ നടപ്പാതകളും പച്ച പുൽമൈതാനങ്ങളും. ഞങ്ങൾ അതിലൂടെ മുന്നോട്ട് നടന്നു. പലതരത്തിലുള്ള വർണ്ണവിളക്കുകൾ. മാജിക് കാസിലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുൽമൈതാനത്തിലെ നടപ്പാതയിലൂടെ തണുത്ത കാറ്റേറ്റ് നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ നാടിനടുത്തുള്ള കായലുകളുടെയും വെള്ളക്കെട്ടുകളുടെയും അവസ്ഥയാണ്. അവിടെയും ഇങ്ങനെയൊരു സാധ്യത ഒളിഞ്ഞുകിടപ്പില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം അവിടെയും ഒരുക്കി വെച്ചുകൂടാ? ഞങ്ങൾ ഒരു പാലത്തിൻ്റെ അരികിലെത്തി. ഇരുമ്പിൻ്റെ കൈവരികളോടുകൂടിയ ഒരു സാധാരണ കോൺക്രീറ്റ് പാലം. പക്ഷേ അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന അലങ്കാര വിളക്കുകൾ അതിൻ്റെ മനോഹാരിത 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ലളിതമായ അലങ്കാരം, എന്നാൽ മനോഹരവും. മറുകരയിലെത്തിയ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സാൻഡായ്ക്കൊപ്പം ചിത്രങ്ങൾ പകർത്തി വീണ്ടും മുന്നോട്ട് നടന്നു. ഇരുട്ടിൻ്റെ കാഠിന്യം കൂടി വരുംതോറും മാജിക് സിറ്റിയുടെ മനോഹാരിതയും ഏറി വന്നു. മാജിക് കാസിലൊക്കെ കൂടുതൽ ആകർഷകമായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് നേരത്തെ കണ്ട കൃത്രിമ തടാകക്കരയിലാണ്. തടാകക്കരയാകെ വർണ്ണ വിളക്കുകളിൽ കുളിച്ചു നിൽക്കുന്നു. കണ്ണുകൾക്ക് ഒരു ഗംഭീര വിരുന്നാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്ര കണ്ടാലും കൊതി തീരാത്തത്ര സുന്ദരമായ കാഴ്ച. തടാകത്തിലെ നിശ്ചലമായ വെള്ളത്തിൽ വിളക്കുകളുടെ പ്രതിഫലനം കൂടിയായപ്പോൾ ആ കാഴ്ചയുടെ സൗന്ദര്യം വാക്കുകൾക്കതീതമായി. കുറേ സമയം ആ കാഴ്ചകൾ ആസ്വദിച്ച് ആവോളം ചിത്രങ്ങളും പകർത്തി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പ്രധാന കവാടത്തിനടുത്ത് നേരത്തെ നമ്മൾ കണ്ട വിളക്കുകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു.
മാജിക് സിറ്റി എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും. കുറച്ച് സമയം മുൻപേ കണ്ട മാജിക് സിറ്റി അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആകെ മാറിയിരിക്കുന്നു. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും ഞങ്ങൾ വന്ന ഈ ഒരു സന്ധ്യസമയം തന്നെ തിരഞ്ഞെടുക്കണം. എങ്കിലേ മാജിക് സിറ്റിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കൂ. അങ്ങനെ അവിസ്മരണീയമായ ഞങ്ങളുടെ താഷ്കന്റ് ചരിത്രത്തിലെ ആദ്യ ദിവസം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ തിരികെ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. ഒരു ഉസ്ബെക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും അത്താഴവും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. താഷ്കന്റിലെ 2ാം ദിനം. പുരാതനവും പ്രസിദ്ധവുമായ താഷ്കന്റ് ടവറിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. മഴ ചെറുതായി പെയ്യുന്നുണ്ട്, കൂടെ മൂടൽമഞ്ഞും. റോഡുകളൊക്കെ തിരക്കായി തുടങ്ങിയിരിക്കുന്നു. ഈ വാഹനത്തിൽ ഇപ്പോൾ ഞങ്ങൾ 4 പേരെ കൂടാതെ ഒരാൾ കൂടെയുണ്ട്. ആരാണ് ആ 5ാമത്തെ ആൾ? അതെ, അത് മറ്റാരുമല്ല, അക്ബറിൻ്റെയും ഹുമയൂണിൻ്റെയും ബാബറിൻ്റെയും ഒക്കെ വല്യപ്പൂപ്പനായ അമീർ തിമൂറിൻ്റെ ജന്മദേശത്തു നിന്നുള്ള 17കാരിയായ വെളുത്ത സുന്ദരി, ഉസ്ബെക്കിസ്ഥാനിലെ ചരിത്ര നഗരമായ സമർക്കണ്ടുകാരി മഹിലിയോ. ഞങ്ങൾ താഷ്കന്റ് ടവറിൻ്റെ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. മഹിലിയോയാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് മുന്നിൽ പോകുന്നത്. ഇന്നലെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ആവോളം ഏറ്റുവാങ്ങിയ ഞങ്ങളെ ഇന്ന് ആ ദേവത എങ്ങനെയാവും അനുഗ്രഹിക്കാൻ പോകുന്നത്? ഞാൻ മനസ്സിലോർത്തു. മഹിലിയോ ഞങ്ങൾക്കൊപ്പം ചേർന്നതോടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായോ? പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ചുകൊണ്ട് മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് മഹിലിയോ ഞങ്ങൾക്ക് സമ്മാനിച്ചത്.